നമസ്കാരം, വിമലാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ സ്റ്റുഡൻ്റായിട്ട് ഞാൻ ഒരു ഒരു PBMC കാർഡിയോതൊറാസിക് നഴ്സിംഗ്, അത് കഴിഞ്ഞ് ഒരു പേര് മാറ്റി 2 ഇയേഴ്സിന് ഡിപ്ലോമയൊക്കെ മാറ്റി. അപ്പോൾ ഈ PBMC കാർഡിയോതൊറാസിക് നഴ്സിംഗിൻ്റെ 1 ഇയർ പ്രോഗ്രാമിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ അവിടെ എങ്ങനെ ചെന്നു, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ശ്രീചിത്ര ശരിക്കും ഒരു ദുരൂഹത ഉള്ള ഒരു സെറ്റപ്പാണ്. കാരണം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ, ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാണ്, ഇതിൻ്റെ അകത്ത് എന്താ നടക്കുന്ന ആർക്കൊന്നും അറിയില്ല. അപ്പം ഞാൻ സ്റ്റുഡൻ്റായിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു 3rd ഇയറിൽ ഒരു അഡ്വാൻസ്ഡ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൻ്റെ പോസ്റ്റിംഗ് 2 വീക്സ് പോസ്റ്റിംഗ് ഉണ്ട്, അവിടെ പോയിട്ടുണ്ട്. അന്ന് ഈ ഗവൺമെൻറ് കോളേജിലുള്ള സ്റ്റുഡൻസിന് മാത്രമേ അവിടെ പോസ്റ്റിംഗ് ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ അവരുടെ കാർഡിയക് സർജറി ICU ചെന്നു. ICU ചെന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടനോടെ ഒരു പേഷ്യൻ്റ്, വെൻറ്റിലേറ്റർ കിടക്കുന്ന പേഷ്യൻ്റെ സൈഡിൽ ഇൻഫ്യൂഷൻ മെമ്പേഴ്സ്, സിറിഞ്ച് ഡ്രൈവർ, വെൻറ്റിലേറ്റർ, ട്രെയിന്, അങ്ങനെയുള്ള സംഭവങ്ങൾ, മോണിറ്റർ, 12 ചാനൽ മോണിറ്ററൊക്കെ വെച്ചിട്ട് അവിടെ വലിയൊരു ഫ്ലൈറ്റ് ഓടിക്കുന്ന ഒരു പൈലറ്റിൻ്റെ ഒരു സ്റ്റൈൽ അവിടെ പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചേട്ടാ ഇതെന്താ സാധനം ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ ഇതൊന്നും അറിയണ്ട, നീ അത് കണ്ടാൽ മതി. എന്നുവെച്ചാൽ ഞാൻ ഒബ്സർവറാണ് എന്നുള്ള 2ാം ഗ്രേഡ് ഒരു ലെവലുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ മനസ്സിൽ ചെറിയൊരു വാശിയുണ്ട്, ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കും, ചെയ്തുകൊണ്ട് തന്നെ പ്രയോജനമുണ്ടോയെന്ന് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും അന്നത്തെ കാലത്തില്ല എന്ന് ഞാനിങ്ങനെ മനസ്സിൽ തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ BSc കഴിഞ്ഞ് RVSൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. ഞാൻ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നമ്മളെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് എക്സാമിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ഇൻ്റർവ്യൂ വിളിപ്പിക്കും. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അവരുടെ സെലക്ഷൻ. ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ന്യൂറോ നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. അപ്പോൾ കാർഡിയോതൊറാസിക് നഴ്സിംഗ് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തുള്ളൂ, ന്യൂറോ നഴ്സിംഗ് ഞാൻ അപ്ലൈ ചെയ്തില്ല. കാരണം ന്യൂറോ നഴ്സിംഗ് എനിക്ക് അന്ന് ഇഷ്ടമില്ലാത്തൊരു ഏരിയയാണ്. കാർഡിയോതൊറാസിക് എനിക്കൊരു പാഷനായിരുന്നു. ഈ കാർഡിയോതൊറാസിക്കിൻ്റെ പാഷൻ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞൊരു ഫണ്ണി എക്സാമ്പിൾ വരാൻ തോന്നുന്നത്, ഞാൻ കോയമ്പത്തൂർ വർക്ക് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ സീനിയർ അനിൽ പീറ്റർ ഉണ്ട്, പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ് 2-3 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ എന്നോട് ചോദിച്ചു, പ്രിൻസിപ്പൽ ഡോക്ടർ മേഹുൽ ശിവകർ, പുള്ളിക്കാരി വളരെ നൈസായിട്ടുള്ള ലേഡിയാണ്. പുള്ളി തമിഴ്നാട്ടുകാരിയാണ്. പുള്ളി ബോംബെ അസിസ്റ്റൻ്റ് കോളേജിൻ്റെ പ്രൊഫസറായിരുന്നു. പുള്ളി നൈസ് ഒരു ലേഡിയാണ്, അപ്പോൾ തമിഴാണ്. അപ്പോൾ അവരോട് പറഞ്ഞു, എടാ നീ മീനാക്ഷിയെ കോൺടാക്ട് ചെയ്തോ. മീനാക്ഷി, അപ്പോൾ എനിക്ക് മെഡ് സർജറി വേണമെന്ന് ഞാൻ പറഞ്ഞു. മെഡ് സർജറി എനിക്കിഷ്ടം, ബാക്കിയൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. എനിക്ക് സാധാരണ ഈ മെയിൽസിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഈ സൈക്കാട്രി എടുക്കുന്നൊരു പരിപാടിയുണ്ട്, പക്ഷേ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ബെഡ് സൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു വിമുഖത കൊണ്ടായി ഈ സൈക്കാട്രിയുടെ പുറകോട്ട് പോകുന്നത്. അത് മെയ്യനങ്ങാതെ മീൻ പിടിക്കലിൻ്റെ വേറൊരു വേർഷൻ. അപ്പോൾ എനിക്കതൊന്ന് ബെഡ് സൈഡ് ചെയ്യാനായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ എനിക്കിഷ്ടമാണ് ബെഡ് സൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെഡ് സർജറി എടുത്തത്. അപ്പോൾ മെഡ് സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യുന്നു, മീനാക്ഷി മാഡത്തെ ഒന്ന് കോൺടാക്ട് ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ മീനാക്ഷി രഘുനാഥൻ എന്നൊരു മാഡമുണ്ട്, പുള്ളി അവിടുത്തെ MSc അന്നത്തെ കാലത്ത്. പുള്ളിയോട് ഞാൻ പറഞ്ഞു, മാഡം, അപ്പോൾ എനിക്ക് ചോദിച്ചു നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു കാർഡിയോളജി തരുവാണ് നല്ലതായിരുന്നു. അപ്പോൾ ഈ കാർഡിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ സ്പെഷ്യലിസ്റ്റ് ഏരിയ. അപ്പോൾ സാധാരണ നഴ്സിംഗ് കോളേജുകളിൽ നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല, ഒരു ഫണ്ണി എക്സാമ്പിളുണ്ട്. അതായത് കാർഡിയോളജി പഠിപ്പിക്കുന്ന ആൾക്കാർ അവിടുത്തെ എന്തോ പ്രിവിലേജ്ഡ് ടീച്ചേഴ്സാണ് ഈ കാർഡിയോളജി പഠിപ്പിക്കുന്നത്. കാർഡിയോളജി, കാർഡിയക് സർജറി എല്ലാം പഠിപ്പിക്കുന്നത്. അവർ ആ ടോപ്പിക് വേറെ ആർക്കും കൊടുക്കത്തില്ല. അത് ഞാൻ ഈ കോട്ടയത്തുള്ളപ്പോൾ ഈ സെയിം സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വേറെ പല നഴ്സിംഗ് കോളേജ് ചെന്ന സമയത്ത് ഇത് കണ്ടിട്ടുണ്ട്. അവർ കാർഡിയോളജിസ്റ്റുകളായിട്ട് അവർ അറിയപ്പെടുന്നത്, കൂടിയ നഴ്സസ് എന്ന രീതിയിൽ, കൂടിയ ഫാക്കൽറ്റി മെമ്പേഴ്സ് എന്ന രീതിയിലാണ് ഇവിടുത്തെ സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ്, അപ്പോൾ ഈ പുള്ളിക്കാരി കാർഡിയോതൊറാസിക് എടുക്കുന്നത്. അപ്പം പുള്ളി എന്നോടൊന്നും മിണ്ടിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കിതിൻ്റെ ക്ലാസ്സിൽ കയറി എനിക്ക് ചെക്ക് ചെയ്യാനില്ല, നീ ലെസൺ പ്ലാൻ എഴുതുന്നുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ട് 3-4 പ്രാവശ്യം ലെസൺ പ്ലാൻ മാറി എഴുതിപ്പിച്ചു. അപ്പം ഞാൻ ഈ അൽപ്പിറ്റിൻ്റെ റൂമിൽ വന്നിട്ട് ഞാൻ ഈ ക്ലാസ്സെല്ലാം എക്സാമെല്ലാം ജയിച്ചതിന് ശേഷം പിന്നെ ഇതിന് ലെസൺ പ്ലാൻ എഴുതുന്നു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് എൻ്റെ വട്ടാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 3-4 പ്രാവശ്യം കറക്ഷനും എല്ലാം കഴിഞ്ഞ് എഴുതി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു, ഹിമാൽ, ഫോർ ദ ടൈം ബീയിങ് ഐ വിൽ ടേക്ക് കാർഡിയോളജി ക്ലാസ്, യു ക്യാൻ ടേക്ക് ഈതർ യൂറോളജി ഓർ ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞെടുത്തു. അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അതായത് ഈ കാർഡിയോളജി ഒരു ഏരിയ ആണല്ലോ. അപ്പം അങ്ങനെ കാർഡിയോളജി എനിക്ക് ഇഷ്ടമായിരുന്നുകൊണ്ട് ഞാൻ കാർഡിയോളജി അന്ന് എനിക്ക് അവർ തന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി മേടിച്ചു. അങ്ങനെ ഞാൻ വെച്ച് പിടിച്ച് ശ്രീത്ര ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീത്രയിൽ എക്സാമെല്ലാം കഴിഞ്ഞു. കഴിഞ്ഞിട്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ഞാനിവിടെ ഒരു ടൈം പാസിന് എക്സാമിന് ചെന്ന അവസാനം എനിക്കുണ്ട് കാർഡിയോതൊറാസിക് എനിക്കുണ്ട്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യാനായിട്ട് ജനുവരി 1-നാണോ 2-നാണോ എന്ന് എനിക്കറിയില്ല. 1999 ജനുവരി 1 എങ്ങാണ്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇതൊക്കെ അലോട്ട് ചെയ്തു തന്നു. എല്ലാവർക്കും ഒരു ഗെറ്റ് ടുഗദർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് ഒരു വിജയലക്ഷ്മി ആയിരുന്നു അന്നത്തെ ചീഫ് നഴ്സിംഗ് ഓഫീസർ.
അതുപോലെ സിസ്റ്റർ എഡ്വേർഡ്സ് ആയിരുന്നു അന്നത്തെ ഡെപ്യൂട്ടി നഴ്സിംഗ് ഓഫീസർ. അപ്പം ഞാൻ അവിടെ ക്ലിനിക്ക് വർക്ക് ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും ഞാൻ ഈ നഴ്സിംഗ് കോളേജ് പഠിപ്പിക്കുന്ന കാലത്ത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫുൾ കൈയുള്ള കോട്ട് ഒരു പാഷനായിരുന്നു, അതായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് ഈ ഒന്നാം ദിവസം ക്ലാസ്സിന് സെയിം കോട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാനിത് ചൂട്ടി കയറ്റി ഈ മുട്ടിൻ്റെ മുകളിൽ കയറ്റി വെച്ചു. കാരണം വെച്ചാൽ അവർക്ക് കരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം അന്ന് ഈ BSc GNM കരിപ്പ് നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ BSc കാരനാണ്, അല്ലെങ്കിൽ എൻ്റെ ബാച്ച്മേറ്റ്സ് BSc കാരെയൊക്കെ ഈ GNM കാരായിട്ട് പീഡിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, ഞാനത് പല സിറ്റുവേഷനിലും പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി പീഡനാനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം BSc പക്ഷേ അത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറഞ്ഞ പോലെ GNM എന്ന് പറഞ്ഞ കോഴ്സ് തന്നെ ഒഴുകിപ്പോയി. ഇപ്പോൾ എല്ലായിടത്തും BSc MSc ഒക്കെ ആയി. അന്ന് BSc കാരെ കണ്ണെടുത്താൽ കാണത്തില്ലാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ ഔട്ടായി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക്കോട്ട് വരുമ്പോൾ ഞാൻ ഈ ഒന്നാം ദിവസം വന്നിരിക്കുമ്പം ഞാൻ ഈ കൈയെല്ലാം ചുരുട്ടി കെട്ടി മുട്ടിൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുക ഈ കോട്ട. അപ്പം ഈ സിസ്റ്റർ എഡ്വേർഡ്സ് പുള്ളി പ്രസംഗിക്കാൻ എഴുന്നേറ്റു. അന്ന് ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട്. ഒരു പഴയ ഒരു GN ഞാൻ കേട്ടിരിക്കുന്നത്. അവർ GNക്കാർ മോശമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അവർ ആർമിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അവർ എഴുന്നേറ്റിട്ട് പറഞ്ഞു കുറച്ച് വി വിൽ സ്ക്വീസ് യു എന്ന് പറഞ്ഞു. അപ്പം അന്ന് എനിക്കതിൻ്റെ അർത്ഥം പിടികിട്ടിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായത്, അതായത് നമ്മളെ അവിടെ പിഴിഞ്ഞ് നമ്മുടെ രക്തം ഊറ്റി കുടിച്ചതിന് ശേഷം ചണ്ടിയാക്കി കഴിയുമ്പോൾ കരിമ്പ് എടുക്കുന്ന പോലെ എടുത്ത് കളയും എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അന്ന് എനിക്കത് മനസ്സിലായില്ല, പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ സ്ക്വീസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കഥയെല്ലാം പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു അപ്പോൾ ഒരു റോസ്മി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ക്ലാസ്മേറ്റ് അവിടെ കോട്ടൊക്കെ ഫുൾ ടൈം സെറ്റൊക്കെ ചെയ്തിരിക്കുക. റോസ്മിനൊക്കെ പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയല്ല കോട്ടില്ല, നീ ക്ലിനിക്ക് വർക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. 4 ചാട്ടമല്ല, ഒന്നാം ക്ലാസ് ദിവസമായിട്ട് വളരെ മോശമായ രീതിയിൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പയ്യൻ വെച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ എന്നെ കൈ ചുരുട്ടി വെച്ചിരിക്കുന്നു, എന്നിട്ട് എന്നെ പോലെ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പുള്ളി ഒന്ന് ചമ്മി പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അന്ന് PP സാറാമ്മാടമായിരുന്നു അന്നത്തെ ഇൻസ്ട്രക്ടർ. അപ്പം ഇൻസ്ട്രക്ടർ നഴ്സിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. പുള്ളി മൂവാറ്റുപുഴക്കാരിയാണ്. അപ്പോൾ ഞാനുമായിട്ടൊക്കെ അത് കഴിഞ്ഞ് ഒത്തിരി പരിചയപ്പെട്ടെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ലാസ്സിനൊക്കെ ഇരിക്കും. ഉച്ചവരെ ക്ലാസ് ഉണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്ലിനിക്സ് പോകും. അങ്ങനെ 2-3 മാസം അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ടൈം ക്ലിനിക്സ് ആയി. അപ്പം രാവിലെ നമ്മൾ പോകുമ്പോൾ അപ്പം ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാർഡിയോളജി ഉണ്ട്, കാർഡിയക് സർജറി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കാർഡിയോളജിയും കാർഡിയക് സർജറിയും പിന്നെ കാർഡിയോ തൊറാസിക്കിൻ്റെ ICU, അതായത് മാസ്കുലർ സർജറി അതിൻ്റെ ICU ഉണ്ട്. അതായത് കാർഡിയോളജിയും പിന്നെ മാസ്കുലർ സർജറിയുടെ ICU ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അതിൻ്റെ ആൾ. പിന്നെ കാർഡിയോ തൊറാസിക്കിൻ്റെ ICU 3 ഏരിയസിലാണ് ഞങ്ങൾക്ക് പോസ്റ്റിങ്ങും പരിപാടിയെല്ലാം വരുന്നത്. അവിടെ എല്ലാം ഡേയും നൈറ്റും സ്റ്റാഫ് എപ്പോൾ ഡ്യൂട്ടി എടുക്കുക ചെയ്യുന്നത്. ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ പല അനുഭവങ്ങളും ഞാൻ പറയുന്നു. അതൊരു അനുഭവം ഞാൻ പറയുവാണെങ്കിൽ, ഞാനിവിടെ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു പേഷ്യൻറ്റിന്, എനിക്കൊരു വെന്റിലേറ്റർ പേഷ്യൻ്റ്, ഒരു വെന്റിലേറ്റർ ഇല്ലാത്തൊരു പേഷ്യൻ്റുണ്ട്. അപ്പോൾ വെന്റിലേറ്റർ ഇല്ലാത്ത പേഷ്യൻ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പേഷ്യൻറ്റിനെ ആ വെന്റിലേറ്ററിൽ നിന്ന് ഊരിയത് എന്നാണ്. അതായത് അന്നത്തെ CABG, പിന്നെ തലേ ദിവസത്തെ CABG രണ്ടെണ്ണം. എനിക്ക് CABG തന്നെ തരുന്നത്. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ ആയതുകൊണ്ട് പ്രൊഫസറുടെ CABG തന്നെ ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് സീസർ എന്ന് പറഞ്ഞ വെന്റിലേറ്റർ ഉണ്ട്. അപ്പം ഈ CABG എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജോഷി രാജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു PG ഉണ്ടായിരുന്നു. അയാളിപ്പോൾ എസ്കോട്ട്സിലെ സർജനാണെന്ന് ഞാൻ കേട്ടത്. ഡൽഹി എസ്കോട്ട്സിൽ ഭയങ്കര ഫേമസ് ആണ്. അത് മിടുക്കന്മാരാണ്, എല്ലാം ഓൾ ഇന്ത്യ മെസ്സേജ് വരുന്ന മിടുക്കന്മാരാണ് ജോഷി രാജ. അപ്പോൾ ജോഷി രാജ എന്നോട് പറഞ്ഞു, നീ ഈ പേഷ്യൻ്റെ റെസ്പിറേഷൻ നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ റെസ്പിറേഷൻ നോക്കിയിട്ട് എന്തോ 22 എങ്ങാണ്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല 22 ഇല്ല. അവനൊന്ന് വട്ടം കറങ്ങി ഒന്ന് നോക്കിയിട്ട് വന്നിട്ട് 22 ഇല്ല, നീ ഒന്നുകൂടെ എണ്ണാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒന്നുകൂടെ എണ്ണി. അപ്പോൾ അവൻ ദേഷ്യത്തിനോട് പറഞ്ഞു, ഇതിൽ കറക്റ്റല്ല, നീ ഒന്നുകൂടെ എണ്ണാൻ പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം എണ്ണി. പിന്നെ ഞാൻ വിചാരിച്ചു, ദൈവമേ എനിക്കൊരു റെസ്പിറേഷൻ എണ്ണാൻ പോലും അറിയത്തില്ല, ഞാനിപ്പോൾ റീസ്റ്റ് ആണോ എനിക്ക് തോന്നി. എനിക്ക് എന്നെ പറ്റി തന്നെ പുച്ഛം തോന്നി. അത് കഴിഞ്ഞ് അങ്ങനെ വളരെ സൂക്ഷിച്ചെണ്ണി. അപ്പോൾ 22 തന്നെയാണ്. അപ്പോൾ 22 എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവന് കൊലി ഇളകി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടവനോട്. എന്നിട്ട് പറഞ്ഞു, യു റൈറ്റ് 14 എന്ന് പറഞ്ഞു. അപ്പം 14 എഴുതി വെച്ചു. അവൻ ഈ പേഷ്യൻറ്റിനെ സ്റ്റെപ്പ് ഡൗണിലോട്ട് മാറ്റണം. അതായത് ഈ സ്റ്റെപ്പ് 1 കിടക്കുന്ന ഈ പേഷ്യൻറ്റിനെ എടുത്ത് സ്റ്റെപ്പ് ഡൗണിലോട്ട് മാറ്റണം. അപ്പം ഈ റെസ്പിറേഷൻ 22 അതിന് മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ കൊണ്ട് ഈ പറഞ്ഞാൽ എഴുതാൻ പറഞ്ഞു. ഞാൻ ഭയങ്കര അപ്സെറ്റായി. കാരണം ഞാൻ കോട്ടയത്ത് പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ഒത്തിരി നോബ്ലസ്റ്റ് ആയിട്ടുള്ള പ്രൊഫഷനായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെ ഈ പ്രൊഫഷനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ഇങ്ങനെ എന്നോട് 14 എടുക്കും. അവൻ ആ 14 ഞാൻ പറഞ്ഞാൽ മതി, ഞാൻ 14 എഴുതി കൊടുത്തത്. അങ്ങനെ അവിടെ ഒത്തിരി പരിപാടികൾ ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ ആ അപ്സെറ്റായി. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഈ സാധനം റിവീൽ ചെയ്തു. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, എടാ ഈ ലോകം ഇങ്ങനെയാണ്, നീ ഇങ്ങനെ അപ്സെറ്റായിട്ട് കാര്യമില്ല, എല്ലാം ഒന്നും കറക്റ്റല്ല. അപ്പം ചിലപ്പോൾ അതായത് പാലിൻ്റെ അകത്ത് വെള്ളം ചേർക്കുന്ന പോലെ ഇച്ചിരി ഉടായ്പൂടെ ചേർത്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ.
സത്യമാണ് ഈ സംഭവം. ആ ആ ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവപാഠം, പുള്ളി ഡോക്ടറോ നേഴ്സോ ഒന്നുമല്ല, സാധാ മനുഷ്യനാണ്. പക്ഷേ പുള്ളി എനിക്ക് പറഞ്ഞ അനുഭവപാഠം എനിക്ക് ഒത്തിരി എനിക്ക് ജീവിതത്തിൽ ഒത്തിരി പ്രയോജനപ്പെട്ടിട്ടുണ്ട് നഴ്സിംഗ് കരിയറിൽ. കാരണം ഒത്തിരി ഇതിൻ്റെ അകത്ത് ഒത്തിരി ഊടായിപ്പം തീരിട്ട് പരിപാടിയും പാരവെപ്പും പൂരുകുത്തും നമ്മളെ കുത്തിത്തെറിപ്പിക്കാൻ ശ്രമിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ആർ സി സി വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളായിരുന്നു അവിടെ GNMകാർ അവിടെ ഉണ്ടായിരുന്നത്. അപ്പം BSCക്കാരെല്ലാം കൂടെ അവിടെ എന്തുവാണ് അവിടെ ആദ്യത്തെ ബാച്ച് ഞങ്ങളുടെ ബാച്ചാണ്. അപ്പോൾ BSCക്കാരെ പറ്റി എന്തോ ഞാനവിടെ പറഞ്ഞെന്ന് പറഞ്ഞു. BSCക്കാർ വന്നപ്പോൾ എന്തോ സിസ്റ്റമാറ്റിക് ആക്കിയെന്നുണ്ട്. അവിടെ നൈറ്റിൽ എന്തോ ക്ലാസ് ചെയ്തെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് അവിടുത്തെ GNMക്കാരെല്ലാം കൂടി എനിക്കെതിരെ പാര വെച്ച് അവിടെ ഭയങ്കര ബഹളമായി. അവസാനം എൻ്റെ മീറ്റിങ്ങിൽ കൊണ്ട് എന്നെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കുന്നൊക്കെ ആയി. എന്നിട്ട് ഒരു താരതി അന്നത്തെ ഒരു ഏരിയാമെൻ എന്ന് പറഞ്ഞൊരു ഹെഡ് നഴ്സ് ഉണ്ട്, അവരെ എന്നെ അവസാനം തലകുരിച്ച് വിട്ടത്. കാരണം അന്ന് അവരെല്ലാം കൂടെ എന്നെ വെട്ടിക്കൊള്ളുന്ന അവസ്ഥയായിരുന്നു. അത്രയ്ക്ക് പീഡനം കുറവായിരുന്നു അവിടെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ ആൾക്കാർ നമുക്കിട്ട് പാര വയ്ക്കും, പോര് കുത്തും, നമ്മളെ എന്തുവാണ് ബുള്ളി ചെയ്യും, ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഫൈറ്റ് ചെയ്യാനായിട്ട് നല്ല കഴിവുള്ള ആൾക്കാരെ ഇതിനകത്ത് നിന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്തൊക്കെ നല്ല തിരുട്ട് എന്തുവാണ് മനസ്സുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതിനകത്ത് ഒരു കുഴപ്പമില്ല. നേരെ പോകുന്ന ആൾക്കാർക്ക് അപ്സെറ്റാണ്. അപ്പോൾ എന്നെ അങ്ങനെ നേരെ പോകുന്ന എന്നെ ഇതിൻ്റെ അകത്ത് ട്രാക്കിലേക്ക് വിളിച്ചിരുത്തിയത് എൻ്റെ ഫാദറാണ്. അത് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് എനിക്ക് പരിചയപ്പെട്ട ഒരു കാര്യം ഉണ്ണി സാർ എന്ന് പറഞ്ഞ സാറാണ്, ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. പുള്ളി ഒരു വാസ്തു സാധ്യതയാണ്. അപ്പോൾ ഉണ്ണി സാറ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരും. പുള്ളി ഒത്തിരി പാഷനേറ്റ് ആയിട്ടുള്ള ക്ലാസ്, ഉച്ച കഴിഞ്ഞ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് ഡ്യൂട്ടി തരും. അപ്പോൾ ഡ്യൂട്ടി തരുമ്പം പേഷ്യൻ്റ് നോക്കണം. അപ്പോൾ പേഷ്യൻ്റ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഈ ക്ലാസ്സിൽ പോകാൻ പറ്റില്ല. പുള്ളി ഭയങ്കരമായിട്ടുള്ള പല പ്രാവശ്യം ചൂടായി ചീത്ത വിളിച്ച് ഞാൻ പുള്ളിയുടെ കാല് പിടിച്ച് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ അവിടെ ഇങ്ങനെ ഒരു തരത്തില്ല. അപ്പോൾ ഞാൻ സാറാമ്മടത്തോട് പറഞ്ഞു. സാറാമ്മയുടെ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അഴവഴമ്പൻ പരിപാടിയാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളി അങ്ങോട്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതി. കാരണം പുള്ളിക്ക് പിടിച്ച് നിൽക്കണം. നമ്മളിപ്പോൾ 1 ഇയർ ബാച്ചാണല്ലോ, പുള്ളിക്ക് പിടിച്ച് നിൽക്കണം എന്നുള്ളതുകൊണ്ട് പുള്ളി ഒരു അഴവഴമ്പൻ പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ പറയും. നമ്മളെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടിയില്ല, പുള്ളി ഒന്നും മിണ്ടത്തില്ല. ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളാണ് പുള്ളിയുടെ ഒരു അപ്രോച്ച്. അങ്ങനെ ബാലരാജൻ ഉണ്ണികൃഷ്ണനുമായിട്ട് സാറുമായിട്ട് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയി. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ പുള്ളിയായിട്ട് എനിക്ക് കോൺടാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ PGC ഞാൻ ഓർക്കുന്ന സത്യം പറഞ്ഞാൽ ഒരു ഡോക്ടർ അപൂർവ കുമാർ ഉണ്ടായിരുന്നു, ഒരു ഹിന്ദിക്കാരനാണ്, അപ്പോൾ മിടുക്കനാണ് പുള്ളി. അതുപോലെ തന്നെ ജോഷിരാജുണ്ട്, പിന്നെ അതുപോലെ തന്നെ കൽപേഷ് മാലിക് ഉണ്ട്, പിന്നെ ഒരു പ്രവീൺ കുമാർ എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പ്രവീൺ കുമാർ ഇപ്പം അമൃതയിലെ കാർഡിയോതൊറാസിക്കിൻ്റെ HOD. അപ്പോൾ പുള്ളി അത് PG ആയിട്ടുള്ള നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എനിക്ക് പേഷ്യൻ്റൊക്കെ ഞാൻ പെട്ടെന്ന് സ്റ്റെബിലൈസ് ചെയ്തു നൈറ്റൊക്കെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഈ പുള്ളി നൈറ്റ് എടുത്ത് അവിടെ ഇരിക്കുക. അപ്പോൾ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പുള്ളിയെടുത്ത് പെട്ടെന്ന് ചെല്ലും. എന്നിട്ടിപ്പം പുള്ളി ഓരോ പേഷ്യൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കാർഡിയോതൊറാസിക്കിലെ മാനേജ്മെൻറ്റ്, ക്ലിനിക്കൽ മാനേജ്മെൻറ്റ് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊരു വലിയൊരു എന്നെ ലൈഫിലോട്ട് എനിക്ക് ഒത്തിരി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ പ്രദീപ് കുമാർ. അത് കഴിഞ്ഞൊരു പേഷ്യൻറ്റിനെ ഒരു സർജറി ഫാസ്റ്റ് ആക്കാൻ വേണ്ടി പുള്ളി ശ്രീധരനുണ്ടായിരുന്നു, ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ പുള്ളിയുടെ അടുത്ത് ചെന്നു. പുള്ളി എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. ഇന്ന് പുള്ളി എന്നെ ഓർക്കുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ പിന്നെ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ നൈറ്റ് ഡ്യൂട്ടി, അവിടുത്തെ ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടുത്തെ എനിക്ക് റാഗിങ്. അപ്പോൾ ഞാൻ ഈ 1-ാം ദിവസം അവിടെ ചെന്ന സമയത്ത് അവിടെ വേറെ ചില കോഴ്സുകളൊക്കെ ഉണ്ട്, ഈ ഡിപ്ലോമ MLT, അത് പണി ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ചില അവർ ഓട്ടോണമസ് ബോഡി ആയതുകൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറേ കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഈ നമ്മുടെ ലാബ് ടെക്നീഷ്യൻ പോലത്തെ, തിയേറ്റർ ടെക്നീഷ്യൻ, അനസ്തീഷ്യ ടെക്നീഷ്യൻ, വാസ്കുലർ ടെക്നീഷ്യൻ, പിന്നെ അങ്ങനെയുള്ള CT MRI ടെക്നീഷ്യൻ ഒക്കെ പറഞ്ഞ് കുറേ കോഴ്സുകളുണ്ട്. പിന്നെ കുറേ ഒരു PhD പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 1-ാം ദിവസം ഇവരെല്ലാം സ്റ്റുഡൻസ് എല്ലാം, അതായത് പുതുതായിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാം അവിടെ ഒരു കോമൺ റൂമുണ്ട്, TV റൂമുണ്ട്. ആ TV റൂമിൽ അവിടെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം. ഡോക്ടേഴ്സിന് വേണ്ട, ബാക്കി എല്ലാ ടെക്നീഷ്യന്മാരെല്ലാം ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ജോബിനുണ്ട്. അവന് പേടിയാണ്. അവൻ പറഞ്ഞ് അവൻ പോകാമെന്ന് പറഞ്ഞു എൻ്റെ കൂടെ നിൽക്കുക. ഞാൻ പറഞ്ഞു ഞാനങ്ങ് വരത്തില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പാർട്ടി വേണ്ട ഫുഡിനുള്ള പിരിവെടുത്തിട്ട് അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ അവിടെ മുമ്പിൽ പോയി നിന്നിട്ട് അവർ നമ്മളോട് ചാടാനും തുള്ളാനും കോലാരം കാണിക്കാനൊക്കെ പറയും. കോലാരം കാണിക്കാനൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതെല്ലാം കാണിക്കണം. അതായത് ഒരു ചെറിയ റാഗിങ്ങാണത്. ശ്രീത്ര പോലൊരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഉണ്ടോയെന്ന് ഞാൻ വിചാരിച്ചു, അത്ഭുതപ്പെട്ടു പോയി അന്നത്തെ കാലത്ത്. പക്ഷേ ശ്രീത്ര അവരതൊന്നും അറിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടുത്തെ രജിസ്ട്രാർ ഒന്നും ഇതൊന്നും അറിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ അത് അവസാനം ഞാൻ പറഞ്ഞു ഞാൻ വരികയെന്ന് പറഞ്ഞു. ഇതിൻ്റെ മുമ്പത്തെ കാരണം അവൻ അവിടെ ചെന്നിട്ട് വരാൻ പറഞ്ഞു. എന്നാൽ ഞാൻ പിന്നെ സെൽഫ് ഇൻട്രഡക്ഷൻ മാത്രം മതി എന്ന് പറഞ്ഞു. ശരി അങ്ങനെ ചെന്ന് കഴിഞ്ഞ് ഞാനിവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉള്ളതിന്മാർ ലൈറ്റ് ഓഫ് ചെയ്തു. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് അവർ PhD ചെയ്യുന്ന ഒരുത്തനുണ്ടായിരുന്നു, അവൻ അവിടുത്തെ നമ്പർ 1 മൃഗീയ വില്ലൻ. അപ്പോൾ അവൻ്റെ എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ആരാന്ന് പറഞ്ഞ് നമ്മളെന്താ പൊട്ടനാണെന്ന മട്ടിൽ അവിടെ നിന്ന് നമ്മളെ കൊണ്ട് അവിടെ നിന്ന് ചോദിക്കുക, നീ ആരാ നീ എന്തിനാണ് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളെ ഒരു കളിയാക്കി കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വളരെ മോശമായിട്ട് ആക്ഷേപിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുകയും അപ്പനെ വിളിക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു. വളരെ അധിക്ഷേപകരമായിട്ടൊക്കെ സംസാരിച്ചു അവിടെയുള്ളവന്മാരെല്ലാം.
അത് എൻ്റെ ഒരു 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 ഹട്ടിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആരോടും പറയാൻ പോയില്ല, പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മളവിടെ ചെന്ന് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അവരോട് ചെന്ന് അവിടുത്തെ ഒരു സെറ്റപ്പ് വേറെയാണല്ലോ. പിന്നെ ഞാൻ പിന്നെ ഇവരുമായിട്ട് സീനിയേഴ്സുമായിട്ട് എനിക്കൊരു കോൺടാക്റ്റും ഇല്ലായിരുന്നു, ഞാനത് കഴിഞ്ഞ് ആ കോൺടാക്റ്റിലാണ് ഉപേക്ഷിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പരിപാടി അവസാനിപ്പിച്ച് ഞാൻ പോകുന്നു. ഇതാണ് എന്നിട്ട് അത് കഴിഞ്ഞ് ഇവർക്കെല്ലാം പിരിവൊക്കെ എടുത്ത് ഇവർക്കൊരു പാർട്ടിയൊക്കെ കൊടുത്തു. ഞാനും പോയില്ല പാർട്ടിക്കൊന്നും. അങ്ങനെ ഒരു സെറ്റപ്പ്. അത് കഴിഞ്ഞ് അവിടുത്തെ രജിസ്ട്രാർ ഡോക്ടർ എ വി ജോർജ്. ഈ എ വി ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്നൊരു പയ്യന് അവനവിടെ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ അവനെ ഒമാനിലെങ്ങാണ്ട് നേഴ്സായിട്ട് കിട്ടി. അപ്പോൾ അവൻ ഇത് ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. താല്പര്യമില്ലാത്തതുകൊണ്ട് വിഡ്രോ ചെയ്യാൻ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു വരാമോ എന്ന് ചോദിച്ചു എൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് പോയി ചോദിക്കാൻ പറ്റും. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് പോയി ഈ ഈ തിരിച്ച്, അതായത് ടി സി മേടിച്ച് തിരിച്ച് പോരാൻ വേണ്ടി അവൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം ഈ രവി ജോർജിന് അത് ഇഷ്ടമല്ല. കാരണം വെച്ചാൽ അവർക്ക് വന്നൊരു സ്റ്റുഡൻറ്റിനെ പോയി കഴിഞ്ഞിട്ട് അവർക്ക് എന്തോ പ്രസ്റ്റീജ് പോലെ അവർ എടുത്തിരിക്കുന്നത്. കാരണം അവർക്ക് ലിസ്റ്റിലുള്ള ആൾക്കാർ എടുക്കത്തുള്ളൂ, അവർക്ക് വെയിറ്റ് ലിസ്റ്റ് ഒന്നുമില്ല, എടുത്ത ആൾക്കാരെ എടുത്ത് പിന്നെ എടുക്കത്തില്ല. അപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സ്റ്റുഡൻറ്റിനെ വെച്ച് പണിയിപ്പിക്കുക എന്നൊക്കെയാണ് അവരുടെ ഉദ്ദേശം. അത് കുറയുന്നത് അവർക്ക് ഭയങ്കര കലിപ്പാണ്. അപ്പം ഞാൻ ഈ കൂടെ ചെന്ന കാരണം ഈയൊക്കെ എന്നോട് ഭയങ്കര കലിപ്പായി. പക്ഷേ എനിക്കിത് മനസ്സിലായില്ല. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ കൂടെ നിന്ന് ചെന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാനെന്ന് എൻ്റെ ശുദ്ധമനസ് വെച്ചിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ ചെന്നു. അപ്പോൾ ആ പുള്ളിക്കുണ്ട് ഭയങ്കര കലിപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യം അത് പുള്ളി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ടോപ്പിക്കോട്ട് പിന്നെ വരാം. അതാണ് എ വി ജോർജ്. ഇദ്ദേഹത്തെ കുറേ വർഷം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടത് നമ്മൾ ട്രിവാൻഡ്രത്തെ നഴ്സിംഗ് കോളേജിലെ ഒരു ആളുടെ ഒരു മാഡത്തിൻ്റെ ഹസ്ബൻഡാണ് ഈ എ വി ജോർജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പുള്ളി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ ഐ സിയുലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ഐ സിയുവിലെ പേഷ്യൻ്റ് സിക്കാകുന്നു, പേഷ്യൻ്റ് ഇതാകുന്നു. ഒരു വിഷുവിൻ്റെ അന്ന് തലേദിവസം ഒരു പേഷ്യൻറ്റിനെ ഒരു ആർച്ച് ഓഫ് അയോട്ട, അതുപോലെ തന്നെ അയോട്ടിക് അനൂറിസം, ബെൻഡാൾ ഡിബോണ ചെയ്തിരിക്കുന്ന ഒരു പേഷ്യൻറ്റ്. ആ പേഷ്യൻ്റ് സിക്കായിട്ട് ഇവിടെ കിടക്കുക. അപ്പോൾ അതിനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പേഷ്യൻ്റ് ഒത്തിരി സിക്കായി, പേഷ്യൻ്റ് മരിച്ചു പോകുന്നൊരു അവസ്ഥ എത്തി. കാരണം അതിൻ്റെ വെസൽസ് ഒന്നും പിന്നെ അത് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പേഷ്യൻ്റ് തിരിച്ച് കയറുന്നില്ല. അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പേഷ്യൻറ്റിനോട് എല്ലാം ഇൻഫോം ചെയ്തു, പോകാനുള്ള കാര്യം ഇൻഫോം ചെയ്തു. വിഷുവിൻ്റെ അന്ന് രാത്രി ഞാൻ ഡ്യൂട്ടി എടുക്കുക, പിറ്റേ ദിവസം വിഷുവാണ്. അപ്പം അവർക്ക് വെളുപ്പിനെ ഏതാണ്ട് 3 മണി 4 മണി ആയപ്പോഴത്തേക്കും ഈ പേഷ്യൻ്റ് മരിച്ചു. അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ പുറത്തിരിക്കുക. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞു ഒരു വിഷുവിനുള്ള ഒരു ന്യൂസ്. സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് എനിക്ക് വിഷുവിൻ്റെ അന്നത്തെ ന്യൂസ്. ഒരു കുറച്ച് പുറകിൽ നിന്ന് പോയി വന്നിട്ട് പേഷ്യൻറ്റിനെ ഇതൊക്കെ വെച്ചു, എന്താ ചന്ദനമൊക്കെ തല തേച്ചിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അവർ ഭയങ്കര ഡെവസ്റ്റേറ്റഡ്, ഒരു വിഷുവിൻ്റെ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ന്യൂസ്. അതുപോലെ വേറെ ഒരു ന്യൂസ് എനിക്ക് ഓർമ്മയുള്ളത്, ഒരു പേഷ്യൻ്റ് എനിക്ക് ഓർമ്മയുള്ളത്, ഒരു പേഷ്യൻ്റ് ബ്രെയിൻ ഡെത്തായി. അതായത് പേഷ്യൻ്റ് ഇതുപോലെ സർജറി ചെയ്ത് പേഷ്യൻ്റ് ബ്രെയിൻ ഡെത്തായി. അപ്പോൾ പേഷ്യൻ്റ് ഡെത്തായി കഴിഞ്ഞാൽ സീത്ര പേഷ്യൻ്റ് ഹോൾഡ് ചെയ്യത്തില്ല. അപ്പം അപ്പോൾ ഈ പേഷ്യൻ്റ് വെന്റിലേറ്ററിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്ന പേഷ്യൻറ്റിനെ കൊല്ലാനായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതിലും കൊലപ്പാടത്തിൽ തന്നെയാണ് അത്. പക്ഷേ അത് ഫാമിലി എല്ലാം ഇൻഫോംഡാണ്, ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം ബ്രെയിൻ ഡെത്തായി, കംപ്ലീറ്റ് പേഷ്യൻ്റ് പോയി. കുറേ ദിവസം അവർ മാക്സിമം നോക്കി. അപ്പോൾ അത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാണ്. അപ്പം അന്നത്തെ ഡോക്ടറിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഹിന്ദിക്കാരനാണ്, നല്ല വെളുത്ത ഒരു ഹിന്ദിക്കാരനാണ്, പുള്ളിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ ഈ FiO2 കുറയ്ക്കാനാണ് തീരുമാനിച്ചു. FiO2 കുറച്ച് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ഉദ്ദേശം ഇങ്ങനെ എൻ്റെ സമയത്ത് തട്ടാൻ താല്പര്യമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും അടുത്ത. അപ്പോൾ വീട്ടുകാരെല്ലാം വെയിറ്റിംഗ് ആണ്, അവരെല്ലാം അറിഞ്ഞു, അവർക്കെല്ലാം അറിയാം, എല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഞാൻ ഈ FiO2 കുറച്ച് കൊണ്ടുവന്നു. എന്നിട്ട് 21 കൊണ്ടുവന്നു, എയറിലേക്ക് കൊണ്ടുവന്നു. അപ്പം FiO2 60 കണ്ടപ്പോൾ കൊണ്ടിരുന്നത് 50 ആയി. കുറച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ ഈ 21 കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പേഷ്യൻറ്റിൻ്റെ വെന്റിലേറ്റർ സപ്പോർട്ട് 14 ഞാൻ വെന്റിലേറ്റർ സപ്പോർട്ട് കുറച്ച് കൊണ്ടുവന്നു. SIMലേക്ക് എടുത്തിട്ടും പുള്ളി വലിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ SIMൽ നിന്ന് പിന്നെ റേറ്റ് കുറച്ചിട്ട് 8-6 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പേഷ്യൻ്റ് വലിക്കുന്നില്ല, ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ബ്രാഡിക്കാർഡിയ. അപ്പം ഞാനത് തിരിച്ചെടുത്തിട്ടു. എനിക്കത് കണ്ടപ്പോൾ ഒരു വിഷമം, ഞാനത് തിരിച്ചെടുത്തിട്ടു. അപ്പം ഇയാൾ ഇതിന് പരിപാടി ഫിനിഷ് ചെയ്തിട്ട് വേണം ആ PGക്ക് ഒന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകാനായിട്ട്. അവൻ തിരിച്ചു വന്നിട്ട് നീ ഇപ്പോൾ ഇടം വരെ എത്തിയാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ എത്തിയെന്ന് പറഞ്ഞു. ഇത് പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇത് ആക്കുവാൻ അവന് ബ്രാഡിക്കാർഡിയ അടിക്കുമെന്ന് പറഞ്ഞു. അത് ലെറ്റ് ഹിം ഗോ മാൻ എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അപ്പം ഇതെല്ലാം ഓൾറെഡി ഇൻഫോംഡാ, എല്ലാം ഗിൽഡാണ്. എങ്കിലും ഒരു പേഷ്യൻറ്റിനെ കൊല്ലുന്ന ഒരു ദയാവധം എന്ന് പറഞ്ഞുള്ള അവസ്ഥയാണ്. ലെറ്റ് ഹിം ഗോ മാൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിന് പിന്നെ FiO2 നമ്മുടെ വെന്റിലേറ്ററിൻ്റെ SIM റേറ്റ് കുറച്ചിട്ട് 6 താഴോട്ട് പോകുമ്പോൾ പേഷ്യൻറ്റ് വലിക്കുകയില്ല, ഇങ്ങനെയൊക്കെ വെക്കുക. ഒരവസ്ഥയാണ് കേട്ടോ. എന്നിട്ട് അത് ബ്രാഡിക്കാർഡിയ അടിച്ചത് മരിച്ചു. ഒരു ഭീകരമായൊരു മരണം. പിന്നെ അവരെല്ലാം എഗ്രീഡാണ്, നമുക്കതിനൊന്നും ചെയ്യാനില്ല. അങ്ങനെ പേഷ്യൻറ്റ് മരിക്കുന്നുണ്ട്.
കാരണം ആ പേഷ്യൻ്റ് ഈ ബ്രെയിൻ ഡെത്ത് ആയി കഴിഞ്ഞാൽ സീത്ര ഹോൾഡ് ചെയ്യത്തില്ല. അതാണ് സീത്രയുടെ ഒരു അന്നത്തെ ഒരു പോളിസി. അപ്പോൾ മല മാറ്റിയൊന്നും എനിക്കറിയില്ല. ഓർഗൻ ഡൊണേഷനൊക്കെ ചെയ്യണമെങ്കിൽ ആ സമയത്ത് ഡൊണേറ്റ് ചെയ്യാം. ഇങ്ങനെ പേഷ്യൻറ്റിനെ, അതായത് ഒരു കൺട്രോൾഡ് ഡെത്തിലോട്ട് പേഷ്യൻറ്റിനെ ഞാൻ ലീഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നത് ഈ പേഷ്യൻറ്റിനെ ഇങ്ങനെ കളയേണ്ടി വന്നുള്ളൂ മാത്രം. പക്ഷേ അവരെല്ലാം എഗ്രീഡാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അതങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർക്കുന്നത്, ഈ സ്റ്റാഫ് നഴ്സസ് അവിടെ നമ്മൾ ഡ്യൂട്ടി എടുക്കുമല്ലോ. അപ്പോൾ ഈ കാർഡിയോതൊറാസിക് നഴ്സിംഗിൽ എല്ലായിടത്തും സ്ത്രീത്ര ഡ്യൂട്ടി എടുക്കുന്ന 4 നൈറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 നൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4ാമത്തെ നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് അന്ന് 4ാമത്തെ നൈറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കിടന്ന് വരുമ്പോൾ തന്നെ 8 മണിയാകും. അത് കഴിഞ്ഞ് 1 മണിയാകുമ്പോൾ പിന്നെ 3 മണിക്ക് നമ്മൾ അവിടെ ഇരുന്ന് 3 മണിയാണെന്ന് തോന്നുന്നു, 3 മണിക്ക് നമ്മൾ പിന്നെയും ഡ്യൂട്ടിക്ക് കയറണം, ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടിക്ക്. അപ്പോൾ അന്നത്തെ നമ്മൾ സാധാരണ നൈറ്റ് കഴിഞ്ഞ് സ്ലീപ്പ് ഡേ ആണ്. 4ാം ദിവസം വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് തകർന്നിരിക്കുമായിരിക്കും, സ്ലീപ്പ് ഡേ ആണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്യൂട്ടി കയറണം. അതൊരു ഹൊറിബിളായിട്ടുള്ള ഒരു റൂളാണ് അത്. ഒരു സ്ഥലത്തും അത് സ്റ്റുഡൻസിന് മാത്രമേ, ഇപ്പോൾ EVNCക്കാർക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, മറ്റൊക്കെ. ഞാനൊക്കെ അവസാനം മരിച്ച് അവിടെ ചെന്നിട്ടുണ്ട്. 4 മണി കഴിഞ്ഞിട്ട് 4 നൈറ്റും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉറക്കമില്ലാതെ പിന്നെ അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ചെയ്യില്ല. അപ്പോൾ ഈ കാർഡിയോതൊറാസിക്കിലൊക്കെ ആണെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ പേഷ്യൻ്റ് വരുന്നത്. ഈ പേഷ്യൻറ്റ് സ്റ്റെബിലൈസ് ചെയ്യണം. ഈ പേഷ്യൻറ്റിനെ വരുമ്പോൾ തന്നെ പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാൻ പറയുവാണെങ്കിൽ പേഷ്യൻറ്റ് വരുന്നതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ തിയേറ്ററിൽ നിന്ന് പേഷ്യൻറ്റ് വരുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഡ്രില്ല് വരും. ഡ്രില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ എവിടേക്കാണ് ക്യാനില എവിടേക്കാണ്, അതുപോലെ തന്നെ സെറിഞ്ചോം എവിടെ വെക്കുന്നത്, ആർട്ടറി ലൈൻ എവിടെ ഇരിക്കുന്നത്, പേഷ്യൻ്റെ സെറ്റിങ്സ്, അങ്ങനെയുള്ള സാധനങ്ങളില്ല. അതായത് വെന്റിലേറ്റർ സെറ്റിങ്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അന്ന് അവിടെ ഈ സീസറിൻ്റെ വെന്റിലേറ്ററും അതുപോലെ സീമെൻസിൻ്റെ സെർവോ 900 CE, പിന്നെ സീമെൻസിൻ്റെ സെർവോ IE, പിന്നെ പിരിറ്റിൻ ബെന്നറ്റൊക്കെയാണ് ആ വെന്റിലേറ്റർ. അപ്പോൾ പ്രൊഫസറുടെ വെന്റിലേറ്ററാണ് സീസർ. ബാക്കി എല്ലാവരുടെ സീമെൻസ് സെർവോ 900 CE എടുക്കുന്നത്. അപ്പോൾ അവതയിലോട്ട് നമ്മൾ പുതിയ ലൈൻസ് എല്ലാം കണക്ട് ചെയ്ത് ഈ ട്യൂബിങ്സ് ഒക്കെ വലിയ ചാക്കിൻ്റെ അതുപോലത്തെ ഒരു കൂടിൻ്റെ അകത്താണ് വരുന്നത്. എല്ലാം കട്ട് ചെയ്തെല്ലാം. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഓക്സിജൻ നമ്മളുടെ ഒരു ഡിഫ്യൂസറുണ്ട്, അതായത് വെള്ളം ഒഴിച്ച് വെക്കുന്ന ഡിഫ്യൂസർ, അതെല്ലാം കണക്ട് ചെയ്തിട്ട് വാട്ടർ ട്രാപ്പും എല്ലാം കണക്ട് ചെയ്ത് ഒരു ടെസ്റ്റിലങ്ങിലിട്ട് സെറ്റിങ്സ് ഇട്ട് വെച്ചേക്കും. അപ്പോൾ ഡ്രില്ല് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ലൈൻസ് എല്ലാം സെറ്റ് ചെയ്ത് സിറിഞ്ച് ഡ്രൈവറെല്ലാം വെക്കാനുള്ള ലൈൻസും പ്ലഗും എല്ലാ സാധനവും കണക്ട് ചെയ്ത് വെക്കും. ഒരു പേഷ്യൻറ്റിനെ അവരുന്ന് ഒരു തിയേറ്ററിൽ ഇങ്ങോട്ട് തള്ളുമ്പോൾ ഒരു സ്പേസിലോട്ടാണ് തള്ളുന്നത്. ഈ തിയേറ്ററിന് ICUവിന് ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് തള്ളിയിട്ട് ഒരു PGയും ഒരു നേഴ്സും കൂടെ ചേർന്ന് ആംബുപെഡ് ചെയ്ത്, പിന്നെ ഒരു അനസ്തീഷ്യ PG, ഒരു കാർഡിയക് സർജറി PG, ഒരു നേഴ്സ്, അവർ 3 പേര് ചേർന്ന് തള്ളി ഇങ്ങോട്ട് കൊണ്ടുവരും. ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ ആ ലൈൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പേഷ്യനെ കൊണ്ടൊക്കെ കിടത്തി, പിന്നെ ബെഡെല്ലാം പൊക്കി, പിന്നെ റോളറെല്ലാം വെച്ച്, ഹെഡെല്ലാം സ്റ്റെബിലൈസ് ചെയ്തു, ട്രെയിനെല്ലാം വെച്ചു, ട്രെയിനെല്ലാം അൺക്ലാമ്പ് ചെയ്തു, പിന്നെ അതുപോലെ തന്നെ വെന്റിലേറ്റർ കണക്ട് ചെയ്തു, പിന്നെ ഇൻഫ്യൂഷൻ പമ്പ്, സെറിഞ്ച് പമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ എല്ലാം കണക്ട് ചെയ്തു. നമ്മളുടെ ഈ ആർട്ടറി ലൈൻസ്, അതുപോലെ തന്നെ വീനസ് ലൈൻസ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കണക്ട് ചെയ്തു. ഈ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എനിക്കൊരു ഫണ്ണി എക്സാമ്പിൾ, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഷംനാഥ് ഉണ്ടായിരുന്നു. ഷംനാഥ് പുള്ളി MSc കഴിഞ്ഞാണ്. അപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള എക്സാമ്പിൾ അല്ല, വേറെ ഒരു 1-2 പേർക്കുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പം ഈ ട്രാൻസ്ഡ്യൂസർ ഒന്ന് യൂസ് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് BP പൾസൊക്കെ നോക്കുന്ന ഈ ആർട്ടറി ലൈനിലോട്ട് ട്രാൻസ്ഡ്യൂസർ കണക്ട് ചെയ്യുക. ട്രാൻസ്ഡ്യൂസർ ഫില്ല് ചെയ്യുന്നതിൻ്റെ പ്രത്യേക ടെക്നിക്കാണ്, ട്രാൻസ്ഡ്യൂസർ കണക്ട് ചെയ്യുന്ന പ്രത്യേക ടെക്നിക്കാണ്. അപ്പോൾ ഈ ട്രാൻസ്ഡ്യൂസറിൻ്റെ ലൈനിൽ കൂടെ തന്നെ നമ്മൾ ABG എടുക്കുന്നത്. അപ്പോൾ ABG എടുക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിൽ നമുക്ക് ഈ പ്രഷർ വാൽവ് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഡ്യൂസർ ബ്ലഡ് കയറി പണിയാവും. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു പേഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു നേഴ്സ്, അപ്പോൾ MScക്കാരനാണ്. അപ്പോൾ ഈ നേഴ്സിൻ്റെ ഈ ലൈനത്ത് ബ്ലഡ് കയറി. അപ്പോൾ ബ്ലഡ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അവിടുത്തെ നേഴ്സിനോട് പറഞ്ഞ് കാലിയെ പിടിച്ചപ്പോൾ അത് മാറ്റി. അത് 2ാം പ്രാവശ്യം പിന്നെ ബ്ലഡ് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ കയറി, അത് മാറ്റി. 3ാം പ്രാവശ്യം പിന്നെ ബ്ലഡ് കയറി. അപ്പോഴത്തേക്കും അന്ന് യോഷിരാജയ്ക്ക് ഇതിൻ്റെ അകത്തുനിന്ന് അവന് PA പ്രശ്നം, PA വെഡ്ജും ആ സെയിം ട്രാൻസ്ഡ്യൂസർ തന്നെ എടുത്ത് നോക്കണം. അപ്പോൾ ഇത് ബ്ലഡ് കയറി കിടക്കുക. അവൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സിസ്റ്റർ, അപ്പുറം എന്നിട്ട് സിസ്റ്ററുണ്ട്, അവരോട് പറഞ്ഞു, എൻ്റെ പൊന്ന് സിസ്റ്റർ ഇതൊന്ന് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. ഉടനെ അവരോടൊന്ന് പറയുക, അവൻ MScക്കാരനല്ലേ, അവന് ഞങ്ങളെന്തിനാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്? അത് ഇവർ ചെയ്യാനും ചെയ്യാൻ അറിയാം, MScക്കാരന് ചെയ്യാൻ അറിയത്തില്ല. കാരണം MScക്കാർക്ക് ഇതിനെപ്പറ്റി ഒന്നും പഠിക്കുന്നില്ല, അവർക്ക് ട്രാൻസ്ഡ്യൂസർ വെന്റിലേറ്റർ ഒന്നും അറിയത്തില്ല. അപ്പോൾ അത് പിന്നെ പഠിച്ചെടുക്കുക ചെയ്ത്. അപ്പോൾ അവൻ തുടക്കത്തിൽ വന്നിട്ട് അവനായിട്ടുള്ളൊരു പണിയാണ്. ഇതേപോലെ ഞാനൊരു ദിവസം അവിടെ വന്നൊരു പേഷ്യൻ്റെ അവിടെ വന്ന് ചെയ്തപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക്, എന്തോ സെറ്റിങ്സിൽ എന്തോ മാറ്റുകയും ചെയ്യുന്ന എന്തോ മിസ്റ്റേക്ക് ഉണ്ടായി. അപ്പോൾ അന്നത്തെ ഈ കൺസൾട്ടൻ്റ് ശങ്കർകുമാർ എന്നെ ചീത്ത വിളിക്കുക അവിടെ വന്നുകൊണ്ട്. ഉടനെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു നേഴ്സ് വന്നിട്ട് പറയുക, അവൻ ഇന്നാളൊരു ദിവസം ഒരു പേഷ്യൻറ്റിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തന്നപ്പം അവൻ പീഡിയാട്രിക് ട്യൂബ് ഇട്ടാണ്, നെബുലൈസേഷൻ ട്യൂബ് ഇട്ട് തന്നിരുന്നു. അപ്പോൾ ഈ വെന്റിലേറ്ററിൻ്റെ ട്യൂബിങ് സെറ്റ് തന്നെയാണ് നെബുലൈസ് ചെയ്യുന്നത്.
അത് പീഡിയാട്രിക് ട്യൂബ് റിലീസ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട്, അതായത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതായിട്ട്, അത് ഒന്നിൻ്റെ കൂടെ കൊടുക്കുന്നതായിട്ട്. ഈ ശങ്കർ കുമാറിൻ്റെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സസിനെ ഉറങ്ങി കിടക്കുമ്പോൾ ഞങ്ങളുടെ സ്റ്റുഡൻസിനെയൊക്കെ എപ്പോഴും വീട്ടിൽ വിളിച്ച് വരുത്തി, ഹോസ്റ്റലിൽ നിന്ന് വിളിച്ച് വരുത്തി ചീത്ത വിളിച്ചിട്ട് പറഞ്ഞു വിടും. അതാണ് അന്നത്തെ പരിപാടി. എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ. എനിക്ക് അധികം മിസ്റ്റേക്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഓരോ നിമിഷവും വിജിലൻ്റായിട്ട് ഞാൻ ചെയ്തതാണ്. എനിക്ക് വലിയ ഹ്യൂജ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പലർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടുത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഞങ്ങളുടെ സെൻഡ് ഓഫ്. അപ്പോൾ ഞങ്ങൾ ഈ കോഴ്സെല്ലാം കഴിഞ്ഞിട്ട് കോഴ്സ് ഒത്തിരി സംഭവബഹുലമായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം കഴിയാറായപ്പോഴത്തേക്ക് ഒരു സെൻഡ് ഓഫ്. അപ്പോൾ ഈ എൻ്റെ കൂടെയുള്ള ഗേൾസ് എല്ലാം എന്നോട് പറഞ്ഞു, നീ മറുപടി പറഞ്ഞാൽ മതി, ഇവിടെ നടക്കുന്നത് ഞങ്ങളോട് കാണിച്ച പീഡനമല്ല, നീ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടി എന്നെ മുട്ടിച്ചു വിട്ടപ്പോൾ ഞാനിതെല്ലാം 1 by 1 ആയിട്ടങ്ങ് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കേട്ടു. HR ടീംസും എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അവരൊന്നും മിണ്ടിയില്ല, അത് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് PVNCക്കാർക്ക് ഒരു 6 മാസം ടെമ്പററി കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പം എനിക്കും ടെമ്പററി കിട്ടും, കാരണം ഞാൻ ഏറ്റവും ഫ്രണ്ട് ജയിച്ച ആളാണ് എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ സാറാമ്മടുത്ത് വിളിച്ചാൽ പറഞ്ഞു, നീ എന്നെ കാണിച്ചിട്ട് പോയത്, നീ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയതാണ്, അത് ക്രേസാപ്പ് ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് അവൻ എനിക്ക് തരത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പോയി. അപ്പോൾ ഇവരെല്ലാം കൂടെ മുമ്പിച്ചിട്ട് ഇവർക്കെല്ലാം അവിടെ ടെമ്പററി കിട്ടി. അന്നത്തെ ടെമ്പററി നല്ല കൂടിയ സാലറിയോട് കൂടി ഒരു 6 മാസം ചെയ്യാം, പിന്നെ അതിന് ഒരു 6 മാസമൊക്കെ കിട്ടും. ഞാൻ കോയമ്പത്തൂർ ആ തണുപ്പത്ത് പോയി കിടന്നു, ഈ മരുഭൂമിയിൽ പോയി കിടന്നു. അതാണ് അവിടുത്തെ ഒരു സെറ്റ്. പറഞ്ഞിട്ട് പോയതിൻ്റെ കുഴപ്പം. ഇതാണ് അവിടുത്തെ ഒരു സംഭവം, ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത്. പിന്നെയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹോസ്റ്റലും സംഭവങ്ങളിലും അവിടെ 1500 രൂപയും കിട്ടും നമുക്ക് അന്നത്തെ കാലത്ത്. ഈ 1500 രൂപ വെച്ച് നമുക്ക് സാലറി ഒരു സ്റ്റൈപ്പൻഡ് വെച്ചിട്ട് നമുക്ക് ജീവിക്കാനായിട്ടുള്ള, പെൺപിള്ളേർക്കൊന്നും കുഴപ്പമില്ല, ആണുങ്ങൾക്കൊന്നും ഫുഡൊന്നും കഴിക്കാനായിട്ടുള്ള കഴിച്ച മുതലാകത്തില്ല. കാരണം അതുപോലെ നമ്മളായിട്ട് പണിയിപ്പിക്കും അവർ. അപ്പോൾ അതങ്ങനെയുള്ള നമുക്ക് പണി പഠിക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ ക്രിട്ടിക്കൽ കെയറിൽ എനിക്ക് സ്റ്റാൻഡ് ഉണ്ടായത് എനിക്ക് ശ്രീത്ര ചെന്നതിന് ശേഷമാണ്. ശ്രീത്രക്കാർ പറയുന്നത് ശ്രീത്രയുടെ സ്റ്റുഡൻസ് 4 കാലിൽ പൂച്ച നിൽക്കുമെന്ന് പറഞ്ഞു, ഏത് സിറ്റുവേഷൻ അവർ ഹാൻഡിൽ ചെയ്യും. കാരണം ആ രീതിയിൽ പഠിപ്പിച്ചു വരുന്നത്. കാരണം അതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. കാരണം അവർക്ക് ഇപ്പോൾ വെന്റിലേറ്റർ ആണെങ്കിലും, ഇപ്പോൾ എനിക്ക് വെന്റിലേറ്റർ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ECG അങ്ങനെയുള്ള സാധനം ക്രിട്ടിക്കൽ കെയറിനൊക്കെ എനിക്കറിയില്ല. ട്രാൻസ്മിഷൻ പമ്പ്, ഡീഫിബ്രിലേറ്റർ, സിറിഞ്ച് ഡ്രൈവർ, അതുമല്ലെങ്കിൽ നമുക്ക് IVP മെഷീൻസ്, മോണിറ്റേഴ്സ്, ട്രാൻസ്ഡ്യൂസർ, ഇതിനെപ്പറ്റിയൊന്നും ഒരു വിവരമില്ലായിരുന്നു. ഇതുവരെ നമ്മളുടെ പുലിയായി അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് എനിക്കത് പഠിപ്പിക്കാൻ ചെന്ന സമയത്തും പിന്നെ അത് വർക്ക് ചെയ്യാൻ ചെന്നപ്പോൾ എനിക്ക് ഒത്തിരി ഗുണം കിട്ടി. കാരണം ഇതെല്ലാം പഠിച്ചതുകൊണ്ട് ഏത് സിറിഞ്ച് ഡ്രൈവർ, ഏത് വെന്റിലേറ്റർ, ഏത് സെറ്റിങ്സ്, ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ചെയ്യാൻ പറ്റും. അതൊരു വലിയ പ്ലസ്സാണ്. കാരണം എൻ്റെ ഫാക്കൽറ്റികൾക്കൊന്നും എനിക്കറിയില്ല. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊന്നും, അവരൊക്കെ എന്ന് വെച്ചാൽ വെന്റിലേറ്റർ പേഷ്യൻ്റ്, അവരൊന്നും ഉള്ള കാലത്ത് വെന്റിലേറ്റർ ഇല്ല, അവരെ ആരും വെന്റിലേറ്റർ പഠിപ്പിച്ചു കൊടുക്കത്തുമില്ല. അതെങ്ങനെയാണ് മാനേജ് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഈ സംഭവം നമുക്ക് പഠിച്ചെടുക്കാനായിട്ടും വലിയൊരു ഹെൽപ്പായിരുന്നു. കാരണം ശ്രീത്ര എനിക്കൊരു ഒത്തിരി പ്ലസ് ഉണ്ട്, പക്ഷേ ഒത്തിരി പീഡന അനുഭവങ്ങളും ശ്രീത്രയിലുണ്ട്. കാരണം ശ്രീത്ര നമ്മളായിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ സ്ക്വീസ് ചെയ്യും. എന്നാൽ സിസ്റ്റർ എഡ്വേർഡ്സ് പറഞ്ഞ പോലെ നിങ്ങൾ സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ രണ്ടിയായി കഴിയുമ്പോൾ പുറത്തേക്ക് ചാടും. അത് കഴിഞ്ഞ് പിന്നെ എവിടെയെങ്കിലും പോയി വല്ല ഫുഡും കഴിച്ച് വല്ല ജീവിതം നിലനിർത്തിക്കണം എന്നുള്ള ഒരു അപ്രോച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ യൂസ് ചെയ്യും, നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ യൂസ് ചെയ്യും എന്നുള്ള അപ്രോച്ചാണ് സിസ്റ്റർ എഡ്വേർഡ്സ് പറഞ്ഞത്. ഇതാണ് എനിക്ക് ശ്രീത്രയുടെ എൻ്റെ PVNCയുടെ എക്സ്പീരിയൻസ് നക്ഷലായിട്ട് പറയാനുള്ളത്. കുറേ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലാതെ വേറെ ഉണ്ട്. ഞാൻ അതിൻ്റെതൊക്കെ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കൺസിഡർ ചെയ്യുവാണ്. കാരണം എനിക്ക് ഒത്തിരി പ്ലസ് ആയിട്ട് മോൾഡ് ചെയ്യപ്പെടാനും ഒക്കെ സാധ്യത കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് ശ്രീത്രയുടെ. അപ്പം ഇന്നത്തെ എൻ്റെ ശ്രീത്ര എക്സ്പീരിയൻസ് കൊണ്ട് ഇന്നത്തെ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇനി റെസ്റ്റ് ഓഫ് ദ വേറൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.